ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരുപാട് മോട്ടിവേഷൻ നൽകുന്ന ഒരു കപ്പിൾസിൻ്റെ ഒരു കഥയാണ്. ഭാര്യയുടെ സന്തോഷത്തിനും ഭാര്യയുടെ ഒരു വാക്കുകൾക്കും യാതൊരു വിലയും കൽപ്പിക്കാത്ത ഭർത്താക്കന്മാരാണോ നിങ്ങൾ? എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് കേട്ടിരിക്കണം. എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ, അങ്ങനെയുള്ളവരെയാണ് പറഞ്ഞത്. അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് ഈ കപ്പിൾസിൻ്റെ ആ ഒരു സ്റ്റോറിയിലേക്ക് വരാം. അവരൊരു ലവ് മാരേജ് ആയിരുന്നു കേട്ടോ, ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ വീട്ടുകാർക്കൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. എന്താന്ന് പറഞ്ഞാൽ ടീച്ചറാണ്, ഈ വൈഫ് ടീച്ചറാണ്. അപ്പോൾ വീട്ടുകാർക്ക്, രണ്ട് ഫാമിലിയിലും വീട്ടുകാർക്ക് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനും വളരെയധികം സങ്കടവും കാര്യങ്ങളും നിറഞ്ഞതായിരുന്നു അവരുടെ ആ ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ. വളരെ ലളിതമായ രീതിയിൽ കുറച്ച് അംഗങ്ങൾ മാത്രം കൂടി വളരെ ഗ്ലൂമിയായി വളരെ സാഡായ ഒരു മാരേജ് ആയിരുന്നു അവരുടേത്. അപ്പോൾ 8 വർഷം കഴിഞ്ഞു, ഒരു മോളുണ്ടായി. അപ്പോൾ 8 വർഷം കഴിഞ്ഞതിന് ശേഷം ഭാര്യ അവരുടെ വിവാഹ ആൽബം എടുത്ത് നോക്കുവാണ്. അവരുടെ വിവാഹ ആൽബം എടുത്ത് നോക്കുമ്പോഴത്തേക്കും ആ ഫോട്ടോസ് എല്ലാം സാഡാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ആ വിവാഹ ഫോട്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രത്തോളം പ്രീഷ്യസ് ആണെന്ന്. അത് എത്ര വർഷം കഴിഞ്ഞ് നമ്മൾ കാണുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് അത്രത്തോളം പ്രീഷ്യസ് ആയ ഒരു അത് അത്രയും സന്തോഷം നൽകുന്ന ഒന്നാണ്. പക്ഷേ ഇത് നോക്കുമ്പോൾ ഭാര്യയ്ക്ക് സന്തോഷത്തിന് പകരം വളരെ സാഡാവുന്നതാണ് ഭർത്താവ് കാണുന്നത്. കാരണം ഒരു ഫോട്ടോയിൽ പോലും ഒരു സ്മൈലില്ല, ഒരു ഫോട്ടോയിൽ പോലും സ്മൈലില്ല അവരുടെ അന്നത്തെ ആ സാഹചര്യങ്ങൾ വെച്ചിട്ട്. അപ്പോൾ ഈ ഭർത്താവ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഭാര്യ ഇത് സാധാരണ ഇത് ഫോട്ടോ എടുത്ത് കാണുമ്പോൾ വളരെ ഹാപ്പി ആയിട്ട് കാണേണ്ടത് തൻ്റെ ഭാര്യ വളരെ സാഡായിട്ടാണ് കാണുന്നത്. കാരണം ആ ഫോട്ടോസിലൊന്നും സ്മൈലില്ല എന്ന് ഇങ്ങനെ പറഞ്ഞ് സങ്കടപ്പെടുവാണ്. അപ്പോൾ ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി എന്താ ചെയ്തത്? ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുത്ത ഒരു വലിയ ഒരു ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ആ വിവാഹം 8 വർഷത്തിന് ശേഷം അവരുടെ ആ വിവാഹം റീക്രിയേറ്റ് ചെയ്തു. അതേപോലെ തന്നെ സാരിയൊക്കെ ഉടുത്ത് അതേ വസ്ത്രത്തിൽ തന്നെ അതേപോലെയുള്ള മാല, അതേപോലെയുള്ള മണ്ഡപം എല്ലാം സെറ്റ് ചെയ്തു. എല്ലാ തരത്തിലുള്ള സംഭവങ്ങളും സെറ്റ് ചെയ്ത് ഒരുപാട് ആളുകളെയും ബന്ധുക്കളെയൊക്കെ വിളിച്ചിട്ട് വളരെ സന്തോഷമായിട്ട് ഫോട്ടോസ് എടുക്കുകയാണ്, റീക്രിയേറ്റ് ചെയ്യുകയാണ് അവരുടെ ആ വിവാഹം. എത്ര ഭർത്താക്കന്മാർ ഇങ്ങനെ ചെയ്യും? ചിലർ വിചാരിക്കും വേറെ പണിയൊന്നുമില്ല, നിസ്സാരമായിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ ഏലിട്ട് വേണമെങ്കിൽ അതങ്ങ് സ്മൈൽ ചെയ്യിപ്പിച്ചെടുക്കാമല്ലോ. അതങ്ങനെയല്ല, അതൊരു കെയറിങ് ആണ്. തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, തൻ്റെ ഭാര്യയുടെ സന്തോഷത്തിന് വേണ്ടി അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു കേട്ടോ. അതിപ്പോൾ എന്തെങ്കിലും ആവട്ടെ, അതിപ്പോൾ പലരും പല അഭിപ്രായം പറയുമായിരിക്കും, ഒരു പ്രശ്നമില്ല. പക്ഷെ ആൾ ചെയ്ത ആ ഒരു കാര്യത്തിനുണ്ടല്ലോ, അപ്രീഷിയേറ്റ് ചെയ്യുന്നു. റീക്രിയേറ്റ് ചെയ്തോ ഭാര്യയുടെ മുഖത്ത്, അതേ വിവാഹ വസ്ത്രത്തിൽ ഭാര്യയുടെ മുഖത്ത് പുഞ്ചിരിയോടെയുള്ള ആ ഒരു ഫോട്ടോ ആൽബം. വളരെ നല്ലൊരു കാര്യമാണ്. എനിക്ക് ഒരുപാട് ഈ ഒരു ന്യൂസ് കണ്ടപ്പോൾ ഉണ്ടല്ലോ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. താങ്ക്